നമസ്കാരം. പ്രധാന വാർത്തകൾ. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരായ മർദ്ദനത്തിൽ വ്യാപക പ്രതിഷേധം. കോൺഗ്രസിന്റെ പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ സംഘർഷം. യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ യുദ്ധക്കളമായി തലസ്ഥാനം. അടിച്ചവരെ തിരിച്ചടിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. കലാപാഹ്വാനമെന്ന CPIM. പ്രതിപക്ഷ നേതാവിന്റെ ഭീരുപരാമർശത്തിൽ മറുപടിയുമായി മുഖ്യമന്ത്രി. തനിക്ക് ഭയമുണ്ടോയെന്ന് KPCC പ്രസിഡന്റിനോട് ചോദിച്ചാലറിയാം. അവരുടെ ഒരു പ്രതാപകാലം ഉണ്ടായിരുന്നു. ആ കാലത്തും ഞാൻ അതിലെയൊക്കെ നടന്നിട്ടുണ്ട് സതീശ, അത് മനസ്സിലായിക്കും. യൂത്ത് കോൺഗ്രസിന് അവരുടെ പ്രതാപകാലത്ത് പേടിച്ചിട്ടില്ലെന്നും മുഖ്യമന്ത്രി. പാർലമെന്റിൽ പ്രതിപക്ഷ MPമാരുടെ സസ്പെൻഷൻ തുടരുന്നു. തോമസ് ചാഴിക്കാടനെയും AM ആരിഫിനെയും പുറത്താക്കി. സസ്പെൻഷനിലായ MPമാരുടെ എണ്ണം 143 കൂട്ട നടപടിക്കെതിരെ സഭ സ്തംഭിപ്പിച്ച് പ്രതിപക്ഷം. കെ സുധാകരന്റെ ഗവർണർ അനുകൂല പരാമർശത്തിൽ കോൺഗ്രസിൽ ഭിന്നത. സുധാകരന്റേത് പാർട്ടി നിലപാടല്ലെന്ന് MM ഹസൻ. അഭിപ്രായത്തോട് യോജിപ്പില്ലെന്നും UDF കൺവീനർ. പരാമർശത്തിൽ സുധാകരൻ വ്യക്തത വരുത്തിയിട്ടുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ്. കോവിഡ് വ്യാപനത്തിൽ ആശങ്ക വേണ്ടെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി. ജാഗ്രത തുടരാൻ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം. പ്രതിരോധ പ്രവർത്തനങ്ങളിൽ അലംഭാവം അരുതെന്നും കേന്ദ്രം. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കം സമവായത്തിലേക്ക്. എറണാകുളം സെന്റ് മേരീസ് ബസിലിക്ക 24-ന് തുറക്കും. ക്രിസ്മസിന് എല്ലാ പള്ളികളിലും ഏകീകൃത കുർബാന അർപ്പിക്കുമെന്ന് സൂചന. മറ്റു പള്ളികളിൽ വർഷത്തിലൊരിക്കൽ ഏകീകൃത കുർബാന. കായിക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ലോങ് ജംപ് താരം ശ്രീശങ്കറും ക്രിക്കറ്റ് താരം മുഹമ്മദ് ഷമിയും അടക്കം 26 പേർക്ക് അർജുന അവാർഡ്. ദ്രോണാചാര്യ പുരസ്കാരം കബഡി കോച്ചും മലയാളിയുമായ E. ഭാസ്കരന്.